എല്ലാ കൂട്ടുകാർക്കും തൗഹീദ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യ സമ്പുഷ്ടതയാണ്. വിശുദ്ധ ഖുർആൻ്റെ മെസ്മരിസമാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ലോക ജനതയ്ക്കു മുന്നിൽ ഒരത്ഭുതമായി നിലനിൽക്കുന്നത് എന്നതാണ്. മാഹിയ ഫസാഹത്തുൽ ഖുർആൻ വ ബലാഗത്തുഹു, വിശുദ്ധ ഖുർആനിൻ്റെ ഫസാഹത്ത് എന്താണ്? ഒന്ന്, അൽ ഖുർആനു കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമാണ് ഖുർആൻ. ലാ യഖ്ദിറു അഹദുൻ, ഒരു സൃഷ്ടിക്കും സാധ്യമല്ല അയ്യഅ്തിയ മിസ്ലഹു, വിശുദ്ധ ഖുർആനെ പോലെയുള്ളൊരു വിഷയം കൊണ്ടുവരാൻ, ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ മതപരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്, സാമൂഹ്യ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പറയുന്നുണ്ട്, മനഃശാസ്ത്രം പറയുന്നുണ്ട്, സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ജന്തുജാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് വിഷയമാവട്ടെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പകരാത്ത ഒരൊറ്റ വിഷയവും ഇല്ല. വിശുദ്ധ ഖുർആൻ്റെ ആന്തര അർത്ഥങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യന് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞന് വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുവാൻ സക്കാത്തുണ്ട്. ലോകത്തെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുവാൻ സമ്പന്നരുടെ സമ്പത്തിൽ നിന്ന് 2.5% സ്വതക്ക ചെയ്താൽ അവരുടെ ലോകത്തിലെ ദാരിദ്ര്യം മാറും. ഒരു സാമ്പത്തിക ശാസ്ത്രം വിശുദ്ധ ഖുർആനിൽ പഠിക്കാനുണ്ട്. ഏത് ശാസ്ത്രമാവട്ടെ, ഒരു ബോട്ടണിസ്റ്റിന് പഠിക്കാനുണ്ട്, ഒരു സസ്യശാസ്ത്രജ്ഞന് പഠിക്കാനുണ്ട്, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന് പഠിക്കാനുണ്ട്. അൽ ഖുർആനു, ഖുർആൻ കലാമുല്ലാഹ്, ലാ യഖ്ദിറു അഹദുൻ, ആർക്കും കഴിയൂല അയ്യഅ്തിയ മിസ്ല, എല്ലാ വിഷയത്തെക്കുറിച്ചും പരാമർശിച്ച ദ കംപ്ലീറ്റ് ബുക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പുസ്തകം ലോകത്തെവിടെയുമില്ല. ലഖദ് അജസത്ത് ഫുസഹാഉൽ അറബ്, അറബി സാഹിത്യകാരന്മാർ അശക്തരായി അയ്യഅ്തിയ മിസ്ല, ഖുർആനെ പോലുള്ള ഒന്ന് കൊണ്ടുവരുന്നതിൽ. ഇനി നോക്കൂ, ഖുർആൻ ഏത് കാലഘട്ടത്തിൽ വായിച്ചാലും അത് ആ കാലഘട്ടത്തിലെ സാഹിത്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നു. നമ്മളിപ്പോൾ ഒരു 1900 എഴുതിയൊരു പുസ്തകം വായിച്ചാൽ ആ പഴയ ഇംഗ്ലീഷ് ഭാഷ ഉണ്ടാവും. വില്യം ഷേക്സ്പിയറുടെ ഒരു കൃതി വായിക്കുന്ന ഒരാൾക്ക് പഴയ ഇംഗ്ലീഷിലേക്ക് പോവേണ്ടി വരും. പക്ഷേ ഖുർആൻ എല്ലാ കാലഘട്ടത്തിലെയും ഭാഷയോട്, സംസ്കാരത്തോട് സംവദിക്കുന്നതായി നമുക്ക് തോന്നും. അൽ ഖുർആനു ജദീദുൻ, ഖുർആൻ പുതിയതാണ്, ദായിമൻ, എപ്പോഴും. അറബി ഭാഷ പഠിച്ചവർക്ക് മനസ്സിലാവും. ലായമല്ലുഹു, ഒരു മടുപ്പും വരില്ല. മഹുമാ കററഹുൽ ഇൻസാൻ, മനുഷ്യൻ എത്ര ആവർത്തിച്ചാലും മടുപ്പ് വരില്ല. ഒരു ദിവസം എത്ര തവണ നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്, ഒരേ സെൻറ്റൻസാണ്, പക്ഷേ മടുപ്പ് വരുന്നില്ല. അതിൽ ആത്മീയത കൂടി വരികയാണ്. ലോകത്ത് മറ്റേത് പുസ്തകം നമ്മൾ നിരന്തരം വായിക്കുകയാണെങ്കിൽ മടുപ്പ് വരും. അജസൽ ഇൻസാനു, മനുഷ്യൻ അശക്തനായി. അമാമ തഹദ്ദിയത്തിൽ ഖുർആൻ, ഖുർആൻ്റെ വെല്ലുവിളിക്ക് മുന്നിൽ ലിൽ ഇത്യാനി മിസ്ല, ഖുർആനെ പോലുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ഖുർആനെ പോലെ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഇനി നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ സസ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ജന്തുക്കളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശാസ്ത്രം 20-ാം നൂറ്റാണ്ടിൽ മാത്രം കണ്ടെത്തിയ പല കാര്യങ്ങളിലേക്കും വിശുദ്ധ ഖുർആൻ വെളിച്ചം വീശുന്നതായിട്ട് കാണാം. കൈഫ യസ്ബിഖുൽ ഖുർആൻ, ഖുർആനാണ് ഒന്നാമതെത്തിയത് അൽ ഉലൂം അൽ ഹദീസ, മോഡേൺ സയൻസിനേക്കാൾ. ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാൽ ഖുർആൻ പരാമർശിച്ച ശാസ്ത്രീയ സത്യങ്ങൾ അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഉദാഹരണം ഖുർആനിൽ പറയുന്നുണ്ട്, ഒരാൾ ആകാശത്തോട്ട് ഉയർന്നു പോയാൽ അവന് ശ്വാസം മുട്ടും, ശ്വാസം പിടക്കും, അവൻ്റെ ശ്വാസം കിട്ടാതെയാകും. നമ്മളിന്ന് ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ നമുക്കറിയാലോ, ഫ്ലൈറ്റ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയാൽ നമുക്ക് ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ശ്വാസം മുട്ടും. 1500 വർഷം മുമ്പ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹു പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ്റെ ഹൃദയം പിടക്കും. അങ്ങനെ ആരെപ്പോലെ? ആകാശത്തിലേക്ക് ഉയർന്നവനെ പോലെ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അൽ ഖുർആൻ യതഹദ്ദസ്, വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു. അൽ ഹയവാനാത്തി, മൃഗങ്ങളെക്കുറിച്ചുണ്ട്, വന്യബാധി സസ്യങ്ങളെക്കുറിച്ചുണ്ട്, ബാദൽ ഹക്കായിഖി, ചില യാഥാർത്ഥ്യങ്ങൾ,
ലം യസ്ബിഖ് ഉലൂമൽ ഹദീസിലേഹി, ശാസ്ത്രം മുന്നോട്ട് വരാത്ത പല കാര്യങ്ങളും. ഉദാഹരണം, അഖ്ബറൽ ഖുർആനു, ഖുർആൻ പറഞ്ഞു, ബി അന്നമൻ യർഫഉ ഇലസ്സമായി, ശൂന്യാകാശത്തേക്ക് കയറിപ്പോകുന്നവൻ, യുളീഖു സദ്റഹു, അവൻ്റെ നെഞ്ചു പിടക്കും, ഓക്സിജൻ്റെ അഭാവമാണ് കാരണം. വമൻ യുരിദ യുളില്ലഹു, ആരെങ്കിലും പിഴപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, യജ്അൽ സദ്റഹു ലയ്യിഖൻ ഹറജ, അവൻ്റെ ഹൃദയം പിടക്കും, കഅന്നമാ യസ്അദു ഇലസ്സമാ, ശൂന്യാകാശത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെ. ഇനി വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റ് മുസ്ലിമാകാൻ കാരണം ആയത് ഈ ആയത്താണ്. ഏതാണ് ആയത്ത്? ഖുർആൻ പറയാണ്, നരകാവകാശികളുടെ തൊലികൾ വെന്തു പോയാൽ ഞാൻ വീണ്ടും അവർക്ക് തൊലി കൊടുക്കും. എന്തിനാണത്? അവന് വേദന അനുഭവിക്കാൻ. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ വേദനയുടെ ഗ്രാഹികൾ എവിടെയുള്ളത്? സ്കിന്നിലാണ്. സ്കിന്ന് പോയാൽ പിന്നെ വേദന ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മോഡേൺ സയൻസ് പഠിപ്പിച്ചെന്നുള്ള ആ യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ എത്രയോ മുമ്പ് പറഞ്ഞു. ഞാൻ ഓർക്കണത്, ഇത് കണ്ട ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു എന്ന് ഞാൻ എവിടെയോ വായിച്ചത് ഓർമ്മയുണ്ട്. കുല്ലമാ നളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, നരകത്തിലെ ആളുകൾക്ക് അവരുടെ തൊലി ഉരുകിപ്പോയാൽ വീണ്ടും അള്ളാഹു തൊലിയെ തന്നെ പടക്കും. എന്തിനാണത്? ലിയദൂഖു, വേദന കിട്ടാൻ. അപ്പോൾ എന്ത് കിട്ടി? ഇഹ്സാസുൽ അലമി, വേദന എന്ന ആ ഒരു അനുഭവം. യതറക്കസുബിൽ ജുലൂദ്, ഒരാളുടെ തൊലി പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അവന് വേദന ഉണ്ടാവില്ല. എന്താ കാരണം? വേദന വരിക എന്നുള്ളത് ജീവൻ്റെ ഭാഗമാണ്. അപ്പോൾ അപകടത്തിൽപ്പെട്ട് തൊലിയൊക്കെ പോയി എല്ല് മാത്രമാണ് അയാൾക്ക് വേദന ഉണ്ടാവില്ല. പിന്നീട് എപ്പോഴൊക്കെ വേദന ഉണ്ടാവുക അറിയോ? സ്കിന്ന് വരുമ്പോഴാണ് വേദന ഉണ്ടാവുക. അപ്പോൾ ഖുർആനെ ആര് സമീപിച്ചാലും, ഒരു സയൻറ്റിസ്റ്റ് സമീപിച്ചാൽ അയാൾക്കുള്ള തെളിവ് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ വിശുദ്ധ ഖുർആൻ എപ്പോഴും, ഖുർആൻ പറഞ്ഞ എത്രയോ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമുക്കറിയാലോ, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹ, സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു. അപ്പോൾ സൂര്യൻ കറങ്ങുന്നു എന്നുള്ള ആ ഒരു സിദ്ധാന്തം ഗലീലിയോ ഒക്കെ കണ്ടെത്തിയിട്ടുള്ള, സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന ആ ഒരു തത്വം പണ്ട് ചർച്ച മേധാവികൾ ഈ സൂര്യൻ ചലിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ള ഗലീലിയും ബ്രൂണയൊക്കെ തടവിലാക്കി ശിക്ഷിച്ച കഥകളാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഖുർആൻ അപ്പോൾ പറയാണ്, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹ, സൂര്യൻ ചലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാ ചരാചരങ്ങളും സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ അച്ചുതണ്ടിൽ എന്നുള്ള ഒരു സങ്കല്പം, സ്വിമ്മിങ് മോഷൻ, ഇതൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ മോഡേൺ സയൻസ് പഠിച്ച ഒരാൾക്ക് മാത്രമാണ് വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയൂ.